പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, ഇന്ന് നമുക്കൊരു AI ആപ്ലിക്കേഷനെ കുറിച്ച് പരിചയപ്പെടാം. ഗൂഗിൾ AI സ്റ്റുഡിയോ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. നിലവിൽ നിരവധി ആപ്ലിക്കേഷനുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്നതും ഒരു സാധാരണക്കാരന് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ AI സ്റ്റുഡിയോ. ഇതുപയോഗിച്ച് നമുക്ക് ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് വിവരങ്ങൾ മനസ്സിലാക്കാനും കുഞ്ഞു കുഞ്ഞു വീഡിയോ ക്ലിപ്പുകൾ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വെബ് ക്യാം എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ ക്യാമറയിൽ എന്തെങ്കിലും കാണിച്ച് അതിന്റെ വിവരങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്നു എന്നുള്ളതാണ്. അതിലുമുപരി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് നമ്മുടെ ഭാഷയിൽ ഇതുമായിട്ട് സംസാരിക്കാം എന്നുള്ളതാണ്. മൊബൈലിൽ ഇത് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിലും ചില പരിമിതികളുണ്ട്. ഇതൊരു വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ഇത് നിലവിൽ ലഭ്യമല്ല. ആദ്യമായി ഇതെങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഇതെങ്ങനെ മൊബൈലിൽ ഉപയോഗിക്കാമെന്നും ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് തന്നെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക. ഈ ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെയാണ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത് നോക്കാം. അതിനായിട്ട് ഗൂഗിൾ ബ്രൗസറിൽ വന്നതിന് ശേഷം ഇവിടെ ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഇൻ്റർഫേസിൽ നിന്നും ആദ്യം കാണുന്ന ഈ ഗൂഗിൾ AI സ്റ്റുഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒരു വിൻഡോ വരികയും ഇതിൽ വലതുവശത്ത് കാണുന്ന ഈ ഗെറ്റ് സ്റ്റാർട്ടഡിൽ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സൈൻ ഇൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇതിൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് സെറ്റിങ്സിന് ശേഷം ഇതേപോലത്തെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ വലതുവശത്ത് കാണുന്നതൊക്കെ തന്നെ ഇതിൻ്റെ ബേസിക് സെറ്റിങ്സ് ആണ്. ഇതിൽ നമ്മൾ മാറ്റമൊന്നും വരുത്തേണ്ടതില്ല. പിന്നെ നമുക്ക് ഇതിൽ തന്നെ പെയ്ഡ് വെർഷനുമുണ്ട്, ഫ്രീ വെർഷനുമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രീ വെർഷൻ ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ കഴിയും. ഇത് ഈ രീതിയിൽ നമുക്കത് സെലക്ട് ചെയ്യാം. നമ്മൾ ഏതാണോ ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രീ വെർഷൻ അത് നോക്കിയതിന് ശേഷം അതൊന്ന് ക്ലിക്ക് ചെയ്ത് അത് മാത്രം എടുക്കുക. ഞാനിപ്പോൾ ജെമിനി 2.5 Pro എന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ ആപ്ലിക്കേഷനിലുള്ള ഇതെല്ലാം കിടക്കുന്നത് ഈ ഇടതുവശത്താണ്. ഈ കാണുന്ന ചാറ്റ്, സ്ട്രീം, അതുപോലെ തന്നെ ജനറേറ്റ് മീഡിയ എന്നിവയൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ആപ്ലിക്കേഷനിലുള്ള കാര്യങ്ങൾ. ഇതിൽ നമുക്ക് ഓരോന്നിനെ കുറിച്ചും എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ ചാറ്റ് എന്നതിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലുള്ള വരികയും ഈ കാണുന്ന ഈ ബോക്സിൽ നമുക്ക് എന്താണോ അറിയേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയോ ചെയ്യാം. ഞാനിപ്പോൾ അറിയേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അതിനായിട്ട് ഞാൻ എന്താണ് വേലിയേറ്റം എന്നതിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് അത് ഞാൻ ഇവിടെ കോപ്പി ചെയ്ത് ഒന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് വരുന്നതെന്ന് നോക്കാം. ഇങ്ങനെ ഒന്നെങ്കിൽ ടൈപ്പ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഈ റൺ എന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇതിവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഉത്തരം. നമ്മുടെ നെറ്റിൻ്റെ സ്പീഡും മറ്റുള്ള കാര്യങ്ങളും അനുസരിച്ച് ഇതിൻ്റെ ഔട്ട്പുട്ട് വരാൻ ചില താമസം എടുക്കാറുണ്ട്. അപ്പോൾ അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്താണ് അതിൻ്റെ ആൻസർ വരുന്നത് നോക്കാം. ഇതാ ഇപ്പോൾ അതിൻ്റെ ആൻസർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അത് പല സൈറ്റുകളിൽ പോയി സെർച്ച് ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള ഉത്തരം വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഒന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള ചാറ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള സ്ട്രീം എന്താണെന്ന് നോക്കാം. ഈ സ്ട്രീമിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു വിൻഡോ വരികയും ഇതിൽ ടോക്ക്, വെബ് ക്യാം, ഷെയർ സ്ക്രീൻ എന്നീ 3 ഓപ്ഷനുകൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. ഇതിൽ ടോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്താണോ അറിയേണ്ടത് അത് നമുക്കറിയാവുന്ന ഭാഷയിൽ ഇതിനോട് ചോദിക്കാവുന്നതാണ് ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം. ഈ വെബ് ക്യാം എന്നത് പറയുന്നത് നമ്മൾ ഈ വെബ് ക്യാമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിലെ ക്യാമറ ഓൺ ആവുകയും ആ ക്യാമറയിൽ കാണിക്കുന്ന കാര്യത്തെക്കുറിച്ച് അത് വ്യക്തമായിട്ടുള്ള മറുപടി തരും. മൂന്നാമതായിട്ടുള്ള ഈ ഷെയർ സ്ക്രീൻ എന്നത് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിലുള്ള സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് അതിലുള്ള വിവരങ്ങളെക്കുറിച്ച് ചോദിക്കാം. നമുക്ക് ഓരോ കാര്യം എങ്ങനെയാണ് വർക്ക് ആവുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ടോക്ക് എന്നുള്ള ഓപ്ഷൻ എങ്ങനെയാണ് വർക്ക് ആവുന്നത് നോക്കാം. അതിനായിട്ട് ഈ ടോക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇങ്ങനെ ഒരു ഇത് വരികയും ഇതിൻ്റെ ഈ ഇടതുവശത്തുള്ള ഈ സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്നുള്ളത് ഒരു മൈക്കിൻ്റെ ഓപ്ഷനാണ്. അത് നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിട്ട് വരും. അതെല്ലാം നമ്മൾ ഓഫ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഞാനൊരു കാര്യം ഇതിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇടിമിന്നൽ ഉണ്ടാവുന്നത്? ഇടിമിന്നൽ ഉണ്ടാകുന്നത് അന്തരീക്ഷത്തിലെ മേഘങ്ങളിൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ കൂടിച്ചേരുമ്പോഴാണ്. കണ്ടോ, ഇപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വിശദീകരിച്ച് തരാമോ? അങ്ങനെ കൂടെ നമ്മളൊരു ഫ്രണ്ടിനോട് എങ്ങനെയാണോ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഒരു അധ്യാപകനോട് എങ്ങനെയാണോ ചോദിക്കുന്നത് ആ രീതിയിൽ വീണ്ടും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഉത്തരം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും.
ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ള ഒരു വോയിസ് ഒരു ആണ് നമ്മളുമായിട്ട് സംസാരിക്കാൻ മറുപടി തരുന്നതായിട്ടാണ് കണ്ടതുള്ളത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഒരു സ്ത്രീ സംസാരിക്കുന്നത് പോലെയൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വലതുഭാഗത്തുള്ള ഈ വോയിസ് എന്നുള്ള ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരവധി ഓപ്ഷനുകൾ വരും. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ അതിനൊന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ലൈവ് സ്ട്രീമിൻ്റെ അവിടെയുള്ള ഈ ഇൻഡു ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ റീഫ്രഷ് ആകും. അതിനുശേഷം ഈ കാണുന്ന ഈ ബട്ടണിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരുന്നതിന് ശേഷം നമുക്ക് ആ സൗണ്ട് മാറ്റുന്നതിന് ശേഷം ഈ രീതിയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിരവധി ഓപ്ഷനുകൾ വരും. അതിൽ നിങ്ങൾക്ക് ഓരോ ഓപ്ഷനുകളും സെലക്ട് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏതാണ് സൂട്ട് ആവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷനായിട്ടുള്ള ഇതാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ ഇതുമായിട്ട് സംസാരിച്ച് നോക്കാം. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന പ്രധാന നദികൾ കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. ഈ നദികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമോ? കണ്ടോ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നേരത്തെ സംസാരിച്ചതിൽ നിന്നും ഇപ്പോൾ ഒരു സ്ത്രീ സംസാരിക്കുന്നതായിട്ട് നമുക്കത് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി അതേപോലെ തന്നെ ഈ സ്ട്രീമിലുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒന്നും കൂടെ ഓരോ ഇത് കഴിയുമ്പോൾ അടുത്ത ഓപ്ഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഈ ബട്ടൺ ഒന്ന് റീഫ്രഷ് ചെയ്താൽ മതി. ഈ വെബ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ വെബ് ക്യാം ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ ഓൺ ആകുകയും ക്യാമറയിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ അത് നമുക്ക് അതിന് മറുപടി തരും. മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഷെയർ സ്ക്രീൻ എങ്ങനെയാണ് വർക്ക് ആവുന്നത് നോക്കാം. അപ്പോൾ ഈ ഷെയർ സ്ക്രീനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിൻഡോ വരും. ക്രോം ടാബ്, വിൻഡോ, എൻ്റർ സ്ക്രീൻ എന്നുള്ളത്. നമ്മൾ എൻ്റർ സ്ക്രീൻ കൊടുത്താൽ മതി. എൻ്റർ സ്ക്രീൻ കൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ താഴെ ഈ രീതിയിലുള്ള ഒരു വിൻഡോ വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇപ്പൊ അത് സെലക്ട് ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ബ്ലൂ ടിക്ക് വരുന്നതായിരിക്കും. അതിനുശേഷമാണ് നമ്മൾ ഷെയർ എന്ന ബട്ടൺ കൊടുക്കുക. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ മലയാളത്തിൽ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാമോ എന്ന് ഒന്ന് തിരിച്ച് ചോദിച്ചാൽ മതി. എന്നിട്ടും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇവിടെ കിടക്കുന്ന ഒന്ന് റീഫ്രഷ് ചെയ്തതിന് ശേഷം ആ പേജ് ഒന്നും കൂടെ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നതായിരിക്കും. ഇപ്പം ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അത് എന്താണെന്ന് ചോദിക്കുകയാണ്. എൻ്റെ സ്ക്രീൻ കാണാമോ? Yes, I can see your screen. You're currently on the Google AI Studio. മലയാളത്തിൽ സംസാരിക്കാമോ? Yes, I can understand Malayalam. What would you like to know? ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഈ ഭാഗം എനിക്കൊന്ന് വിശദീകരിച്ചു തരാമോ മലയാളത്തിൽ? നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത ഭാഗം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ കുറിച്ചാണത്. അറബിക്കടലിന്റെ തെക്ക് കിഴക്കായി ഒമാനും സൗദി അറേബ്യയ്ക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1971 ബ്രിട്ടീഷ് പ്രൊട്ടക്ടറേറ്റ് ആയിരുന്ന ക്രൂഷ്യൽ സ്റ്റേറ്റ്സിലെ 7 ഞാനിപ്പോൾ ഇത് മുഴുവൻ നേരം വെയിറ്റ് ചെയ്യുന്നില്ല. അത് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് വിവരിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ഭാഗം മാത്രം ചോദിച്ചത് കൊണ്ടാണ് ആ സെലക്ട് ചെയ്തതിനെക്കുറിച്ച് മാത്രം പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മുടെ എൻ്റർ സ്ക്രീനിനെ കുറിച്ച് ഓരോന്ന് എന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഇങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു കാര്യം അറിയാത്തതുണ്ട് എന്നുണ്ടെങ്കിലും ആ സ്ക്രീൻ അങ്ങ് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തരും. അപ്പോൾ ഇതൊക്കെയാണ് രണ്ടാമത്തെ ഓപ്ഷനിലുള്ള സ്ട്രീം എന്ന് വരുന്നതിലുള്ള കാര്യങ്ങൾ. ഇനി മൂന്നാമതായിട്ട് നമുക്ക് ഏറ്റവും അധികം വളരെ രസകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ജനറേറ്റ് മീഡിയ എന്നുള്ളത്. ഈ ജനറേറ്റ് മീഡിയയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലുള്ള ഒരു ഇന്റർഫേസ് വരും. അപ്പോൾ അവിടെ നമുക്ക് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ആദ്യം കാണുന്ന ഈ ഓപ്ഷൻ ആയിട്ടുള്ള ഇമേജൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അവിടെ ഡിസ്ക്രൈബ് യുവർ ഇമേജ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ കോളത്തിൽ നമുക്ക് ഏത് തരത്തിലുള്ള ഒരു ഇമേജ് ആണോ നമുക്ക് വേണ്ടത് അത് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഏത് ഭാഷയിൽ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ഞാൻ ചോദിച്ചിട്ടുള്ളത് പ്ലീസ് ഗീവ് മീ ദ ബ്യൂട്ടിഫുൾ കേരള വില്ലേജ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ റൺ എന്ന ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇമേജ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതും ഒരു അല്പസമയം വെയിറ്റ് ചെയ്യാം. അപ്പം എന്നാലും താരതമ്യേന പെട്ടെന്ന് തന്നെ ഇതിൽ ഇമേജ് നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് എന്നാണ്. ഇതാ വന്നിട്ടുണ്ട്. നോക്കൂ വളരെ ഭംഗിയായിട്ടുള്ള ഒരു നല്ല വ്യക്തമായിട്ടുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പി ചെയ്യുകയോ പേസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ കോപ്പി ചെയ്യാം, ലൈക്ക് ചെയ്യാം ഒക്കെ ചെയ്യാൻ പറ്റും. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും അതിന്റെ താഴെയുള്ള ഇതിൽ ഒന്നും കൂടെ മോർ അട്രാക്റ്റീവ്, നമ്മൾ ഏതൊക്കെ രീതിയിലാണോ കമാൻഡ് കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഈ ചിത്രങ്ങൾ മാറി മാറി വരും. അപ്പൊ ഇത് ഫ്രീ വെർഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജുകൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ആനിമേഷൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഈ ജനറേറ്റ് മീഡിയയിൽ വരിക.
അപ്പോൾ വരുന്ന ഈ ഓപ്ഷനിൽ നിന്നും നാലാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള വിഒ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ വരുന്ന ഈ ഡിസ്ക്രൈബ് ഓപ്ഷനിൽ നമുക്ക് ഏത് തരത്തിലുള്ള വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോമിറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയോ ചെയ്യുക. അതിനുശേഷം ഈ റൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു അല്പസമയം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള പ്രോമിറ്റിനനുസരിച്ച് മനോഹരമായിട്ടുള്ള ഒരു ആനിമേഷൻ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള പ്ലേ വീഡിയോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്ലേ ആകും. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിന്റെ സൈസ് കാര്യങ്ങൾ വ്യത്യാസപ്പെടുന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിലുള്ള ഈ റേഷ്യോ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സൈസ് വ്യത്യാസപ്പെടും. അതേപോലെ തന്നെ ഈ വീഡിയോയുടെ ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വീഡിയോ ഡ്യൂറേഷൻ എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ ചേഞ്ച് ആക്കാൻ കഴിയും. ഇനി നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ മൊബൈലിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഗൂഗിൾ ബ്രൗസറിൽ വന്നതിന് ശേഷം ഇവിടെ ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ആദ്യം കാണുന്ന ഈ ഗൂഗിൾ AI സ്റ്റുഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിനുശേഷം നമ്മുടെ ഇടതുവശത്തുള്ള ഈ 3 വരയിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ കാണിച്ചിട്ടുള്ള എല്ലാ ഓപ്ഷനുകളും ഈ ഇടതുവശത്ത് വരുന്നതായിരിക്കും. ചാറ്റ്, സ്ട്രീം, ജനറേറ്റ് മീഡിയ, ഇതൊക്കെ തന്നെ നമ്മൾ നേരത്തെ എങ്ങനെയാണോ സിസ്റ്റത്തിൽ ചെയ്ത് അതേപോലെ തന്നെയാണ്. ചാറ്റിൽ പോയതിനു ശേഷം നമുക്ക് വേണ്ട ഒരു പ്രോമിറ്റ് ഈ സ്റ്റാർട്ട് ടൈപ്പിംഗ് പ്രോമിറ്റിൽ കൊടുത്തതിന് ശേഷം ഈ അവസാനം കാണുന്ന ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ സ്ട്രീമിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. നേരത്തെ നമ്മൾ സിസ്റ്റത്തിൽ ചെയ്തപ്പോഴുണ്ടാകുന്ന ഷെയർ സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ ഇതിൽ വരത്തില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൊബൈലിൽ ഉപയോഗിക്കുന്നതിന് ഇതിന് പരിമിതികളുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഡെസ്ക്ടോപ്പിൽ മോഡിലേക്ക് മാറ്റുമ്പോൾ ഇതിന്റെ സ്ക്രീൻ ചെറുതായതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ തന്നെ നമുക്ക് ഒത്തിരി വിവരങ്ങൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. ടോക്കിൽ പോയതിനു ശേഷം നമുക്ക് സംസാരിക്കാം. വെബ് ക്യാമിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ ഓൺ ആകുകയും ക്യാമറയിൽ കാണിച്ചിരിക്കുന്ന കാര്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി തരികയും ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള ജനറേറ്റ് മീഡിയയിൽ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് വരികയും ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ള ഇമേജിനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഡിസ്ക്രൈബ് യുവർ ഇമേജ് എന്നുള്ളത് നമുക്ക് ആവശ്യമുള്ള ഒരു പ്രോമിറ്റ് കൊടുക്കുക. എത്രത്തിലുള്ള ഒരു ചിത്രമാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു പ്രോമിറ്റ് ഒന്നെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കോപ്പി ചെയ്തതിന് ശേഷം ഇതിന്റെ വലതുഭാഗത്തുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ നിരവധി ഓപ്ഷനുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ടതും നമുക്ക് ഏറ്റവും വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചില ഓപ്ഷനുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് പരമാവധി ഷെയർ ചെയ്യുക. ഇതേപോലെ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.